നമസ്കാരം. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? ആദ്യം സുഗതൻ സാറെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റാണെങ്കിൽ സിനിമ സ്റ്റൈൽ, സിനിമ ബാക്കിൽ നിൽക്കുന്ന രീതിയിലാണ്. ഒരുപാട് പോലീസുകാർ, 2-3 വണ്ടി പോലീസുകാർ പോകുന്നു, പിടിക്കുന്നു, വലിക്കുന്നു, വീട്ടിൽ കയറി ആക്രമിക്കുന്നു, ആകാശത്തേക്ക് വെടിവെക്കുന്നു. എന്തൊക്കെയാണ് അതിനൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു? അത്രയും വലിയൊരു ക്രിമിനലായിരുന്നു അദ്ദേഹം. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് CPIM അല്ലെങ്കിൽ പ്രതിപക്ഷം നടത്തിയൊരു ധരണ, കോർപ്പറേഷൻ ഹാളിനുള്ളിൽ കസാരയിട്ട് ഒരു ധരണ നടത്തുന്നതും ആ ധരണയോട് അനുബന്ധിച്ച് മേയറുടെ റൂമിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് കയറാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉന്തും തള്ളും അടിയും പിടിയെല്ലായിട്ട് മറ്റൊരു സിനിമ രീതിയിലുള്ള രംഗങ്ങളാണ് ഇന്ന്, നാടകീയ രംഗങ്ങളാണ് ഇന്ന് കണ്ടത്. അപ്പോൾ എന്താണ് ശരിക്കും തിരുവനന്തപുരത്ത് നടക്കുന്നത്? BJP നേതൃത്വത്തിലുള്ള ആദ്യത്തെ കോർപ്പറേഷൻ അവരെ ഭരിക്കാൻ വിടില്ലെന്നാണോ? വിടില്ലെന്നുള്ള അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഒരു കൂട്ടം പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അത് CPIM മാത്രമല്ല, കോൺഗ്രസും അതിലുണ്ടോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കളികൾ പോകുന്നത്. കാരണം കൗൺസിൽ യോഗം വിളിച്ചിട്ട് ഒരു മാസത്തിലേറെയായി. ഇനി ആ ഒരു കൗൺസിൽ യോഗം വിളിച്ചാലും അതിൽ ഒരു മെമ്പർ, ഇപ്പോൾ അകത്ത് കിടക്കുന്ന ഒരു മെമ്പർ പങ്കെടുത്തില്ലെങ്കിൽ ആ മെമ്പറുടെ സ്ഥാനം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകും ചട്ടപ്രകാരം. ഇനി അതിനുള്ള കളികളാണോ നടക്കുന്നത്? അതോ ഹൈക്കോടതി വിധി വന്നത് ഇവരൊക്കെ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ വീണ്ടും ചെയ്യുന്നത് ആരെയും അറിയിക്കാതെ അവരതിനുള്ളിൽ നടത്തിയതിനുള്ള എഗെയിൻസ്റ്റായിട്ടുള്ള അതിനോടുള്ള ധരണയാണ് നടന്നതെങ്കിൽ കൂടി ഇതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് ഫസ്റ്റ് ആ വാർത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ച് കണ്ടു നോക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടും. എന്നിട്ട് നമുക്കതിനെ വിശകലനം ചെയ്യാം. നിലവിളി ശബ്ദമാണ്, നിലവിളി ശബ്ദം. ഭരണക്കാർക്കിടയിലേക്ക് മേയർ. സംഘർഷശേഷം മേയറും കൗൺസിലർമാരും ആശുപത്രി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ ഇന്ന് നടന്നത് നാടകീയ രംഗം. അതാകട്ടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ഭരണ പ്രതിപക്ഷ വാക്പോരിൽ പ്രതീക്ഷിച്ചിരുന്ന പരിണാമം. എന്റെ ഓഫീസിൽ കയറുമ്പോഴേക്ക് കസേരടുത്ത് മുമ്പിട്ട് തന്നെ തടഞ്ഞ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൗൺസിലേഴ്സ് പുരുഷന്മാർ അവിടെ വന്നിട്ട് ഞാൻ അവർക്ക് തിരിച്ചു പോകും. ഇതിൽ ഫസ്റ്റത്തെ പോയിന്റ് പറഞ്ഞുതരാം. ഒരു ധരണ നടക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരു പ്രതിഷേധ സമരം നടക്കുമ്പോൾ രാഷ്ട്രീയപരമായി ഇവരൊക്കെ രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാർ, അവർക്കറിയാം എന്തായാലും ഒരു പാർട്ടിക്കാർ അവിടെ ധരണ നടത്തുകയാണ്, സമരം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറാ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയപരമായ ഒരു മാന്യത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് അല്ലേ? നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അത് ഏത് പാർട്ടിയായാലും അവരത് സമരം ചെയ്തിട്ട് അവരങ്ങ് പോയിക്കോളും. അപ്പോൾ ഇന്നത്തെ പോലത്തെ ഒരു വിഷയമാവില്ലായിരുന്നു ഒരു പിടിവലിയും. ഈ ഒരു വാർത്ത ഇന്നാകാൻ തന്നെ കാരണം എന്താണ്? അവരാടുന്ന് ധരണ ചെയ്ത് ആരും മൈൻഡ് ചെയ്തിട്ടില്ല. ഒരു ഭാഗത്തുനിന്ന് ധരണയും വിളിച്ച് അവരവരെ പാട്ടിനങ്ങ് പോകും. അവരെന്ത് ചെയ്യാനാ? മേയറെ പിടിച്ചു വെക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മേയർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ഉച്ചയാകുമ്പോഴത്തേക്ക് അവരങ്ങ് പോകുമായിരിക്കും. അങ്ങനെയാണ് രീതി സാധാരണഗതിയിൽ ഈ ധരണകളുടെ ഒരു സ്വഭാവം. പക്ഷെ ഇവർ തള്ളിക്കയറിയത് കൊണ്ടാണോ പ്രശ്നം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ എല്ലാം എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് പോയിന്റ്, ഞാൻ എന്റെ പുറത്താണ് മേയർ ആദ്യം തേടിയിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ദൃശ്യമാധ്യമങ്ങൾ നിൽക്കുമ്പോഴാണ് ഇടിച്ചു കയറിക്കൊണ്ട് പോകുന്നതും മറ്റുള്ളവരെ അക്രമ പ്രവർത്തനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞ അവിടെ നിൽക്കട്ടെ, അത് രണ്ടാമത് ചെയ്യണമെന്ന് കോടതി വിധിയാണ്, അത് നടക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള പ്രതിപക്ഷത്തിലുള്ള ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ മേയർ റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ എന്നെ കുത്തി എന്നെ ഇടിച്ചിട്ടാണ് പോയത്, മേയറാണ് അക്രമം തുടങ്ങിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആരോപണമായിരിക്കാം. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് ക്യാമറ വിഷ്വൽസ് കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ.
നമുക്ക് നോക്കാം. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അപൂർവമായ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് കോർപ്പറേഷൻ ബുധനാഴ്ച സാക്ഷ്യം വഹിച്ചു. ഒരിക്കൽ സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർമാരായവർ തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാഴ്ച. തിരഞ്ഞെടുപ്പിനെ തുടർന്ന് 20 BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവങ്ങളുടെയും ബലിദാനികളുടെയും ഭാരതാംബയുടെയും ഒക്കെ പേരിലായി. ശ്രീ ഉണ്ണിയേറ്റവും ദേവിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കാർത്തികമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമാണെന്ന് കാട്ടി കോർപ്പറേഷനിലെ CPM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് ഹൈക്കോടതിയിൽ ഹർജി നൽകി. വിധിയിൽ കോടതി ആദ്യ സത്യപ്രതിജ്ഞകൾ റദ്ദാക്കി. ഇവർ 4 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ്. അവർ BJPയിലുള്ള അംഗങ്ങൾക്ക് അവരധികം ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ കോർപ്പറേഷനൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അമിത സന്തോഷത്തിലോ അമിത ആവേശത്തിലോ അവർ ഭരണഘടനാ ചട്ടങ്ങളൊന്നും അവർക്ക് വലിയ വശം ഉണ്ടാവില്ല. കാരണം അവരിങ്ങനെ സ്ഥിരമായിട്ട് ഭരണത്തിലുള്ള ആൾക്കാരല്ല. സ്വാഭാവികമായ തെറ്റുപറ്റി അവർ കാവിലമ്മ അതുപോലെ പല പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ അത് കംപ്ലയിൻറ്റ് പോയപ്പോൾ കോടതി അത് പാടില്ല, നിങ്ങളെല്ലാം ദൈവനാമത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ ഭരണഘടന വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു. അതിലൊന്നും തെറ്റില്ല, അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന പ്രോസസ്സ് മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള വിഷയം എന്തിനാണ് ധരണ വെച്ചത് അതുകൊണ്ടല്ല. പിന്നെ ഇവരാരും അറിയിക്കാതെ ഒരു രണ്ടാമത് സത്യപ്രതിജ്ഞ നടത്തിയതാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത്. മുനിസിപ്പാലിറ്റി നിയമവും കേരള പഞ്ചായത്ത് രാജ് നിയമവും പ്രകാരം ജനപ്രതിനിധികൾ ദൈവത്തിന്റെ നാമത്തിലോ അല്ലെങ്കിൽ സഗൗരവവുമാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. നിയമം നിശ്ചയിച്ച മാതൃകയിൽ നിന്ന് വ്യതിചലിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയത്. 38 മേയർക്ക് കിട്ടിയിട്ടുള്ള ഒരു അടിയാണെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. ഇതുമാതിരി ജനാധിപത്യത്തെയും ഭരണഘടനയും സംവിധാനത്തെയും തകർക്കാനും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാനും തയ്യാറാക്കുന്ന മേയർക്ക് കിട്ടിയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല എന്നുള്ളതാണ്. കേസ് ഫയൽ ചെയ്തവർക്കാണ് തിരിച്ചടി. അവരുടെ ആർഗ്യുമെന്റിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? അവരാവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണസമിതി, ആ ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നു. ഇയാള് പൊളിയാണ്, നമ്മളെ രാജേഷ് ജി ഭയങ്കര പൊളിയാണ്. അതായത് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടും അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലേ, ഇത് പിന്നെ ഈ വിധി വന്നിരിക്കുന്നത് എനിക്കെതിരെയോ അല്ലെങ്കിൽ കോർപ്പറേഷനെതിരെയല്ല, ആരാണോ കംപ്ലയിൻറ്റ് കൊടുത്ത് അവർക്കെതിരെയുള്ള വിധിയാണ്. കാരണം കംപ്ലയിൻറ്റ് കൊടുത്ത ആൾ പറഞ്ഞു പോലും പിന്നെ ഈ ഇലക്ഷൻ തന്നെ ക്ലോസ് ചെയ്ത് കളയണം. പക്ഷേ ഇലക്ഷൻ ക്ലോസ് ചെയ്യാനോ ഇതൊന്നും കോടതി ഉത്തരവിട്ടില്ല. കോടതി പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് സത്യപ്രതിജ്ഞയാണ്. അതുകൊണ്ട് ഇവർ കൊടുത്ത കംപ്ലയിൻറ്റ് വാലിഡിറ്റി ഇല്ലാണ്ടായി എന്നാണ് രാജേഷ് പറയുന്നത്. രാജേഷ് വളരെ ഒരു ഡിബേറ്റിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യത ഒരാളാണ്. ഇലക്ഷനും ജയിച്ചിട്ട് വന്നു ഓരോ വിഷയം, നല്ലൊരു പോയിന്റ്സ് അറിയുന്ന ഒരാളാണ് രാജേഷ്. രണ്ടാമത് വിധിയെ തുടർന്നാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയത്. അതെ, മുമ്പ് പല മട്ടിൽ സത്യവാചകം ചൊല്ലിയവർ ഇത്തവണ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ. എന്നാൽ ജനങ്ങളെ അറിയിക്കാതെ രഹസ്യ സ്വഭാവത്തോടെയാണ് കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ നടന്നതെന്ന് ആരോപിച്ച് CPM രംഗത്ത് വന്നു. ഇതുവരെ അനധികൃത കൗൺസിലർമാരായിരുന്നവർ എടുത്ത തീരുമാനങ്ങൾ നിയമപരമായി ചോദ്യം ചെയ്യാനും പ്രതിപക്ഷം തീരുമാനിച്ചു. ഞങ്ങളുടെ പ്രതിപക്ഷത്ത് 49 പേര് കൗൺസിലർമാരായിട്ടുള്ളവരുണ്ട്, 2 പേര് സ്വതന്ത്രരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഈ നമ്മുടെ കൗൺസിൽ മെമ്പർമാരായിട്ടുള്ള ഒരു പെറ്റീഷണറായിട്ടുള്ള ഈ കോടതിയുടെ വിധി വാങ്ങിയിട്ടുള്ള ഈ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിധി വാങ്ങിയിട്ടുള്ള എന്നെ പോലും അറിയിക്കാതെയാണ് വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി ആരെയും കൗൺസിലിനകത്ത് പ്രവർത്തിക്കുന്ന ആരെയും അറിയിക്കാതെയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടന്നത് എന്നുള്ളതാണ്. പാർട്ടി നേതാക്കന്മാരെ മെയിൽ മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും വാട്സാപ്പിലൂടെ അറിയിച്ചിരുന്നു. എല്ലാ കൗൺസിലർമാരും ഉള്ള കൗൺസിൽ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത്. പരമ്പരാഗതമായിട്ട് അക്കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോടതി ഉത്തരവ് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ കാര്യങ്ങൾ സാധ്യമായ എല്ലാ മാർഗങ്ങളിലും എത്രയും പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാപ്പ കേസിൽപ്പെട്ട വിയ്യൂർ ജയിലിൽ അതിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവർ കോടതിയുടെ വിധി വന്നു. അപ്പോൾ അവർ പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ കൗൺസിലർമാരെയൊക്കെ അറിയിച്ചെന്നാണ് പറയുന്നത്. അവർ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തു, അതിലൊരു തെറ്റുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരണയും നടത്താം, അപ്പോൾ അതിലും തെറ്റില്ല. പക്ഷേ ഈ വിഷയം വരാൻ പോകുന്നത് ഇതൊന്നല്ല. നമ്മൾ ഈ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ തന്നെ വെച്ചത്
ഈ BJP കോർപ്പറേഷനെ തറപറ്റിക്കാൻ അല്ലെങ്കിൽ എടുത്തു കളയാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ ചില ചരടുവലികൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരാൾ ഉള്ളിപ്പോയിട്ടുണ്ട്. ആര്? മിസ്റ്റർ സുഗതനെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടി കാപ്പ കമ്മിറ്റി പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടില്ല. അവിടെയാണ് കോൺഗ്രസും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് അവിടെയാണ്. ഇനി അയാളെ ഇറക്കണമെങ്കിൽ കാപ്പ കമ്മിറ്റിയെയും കൂടി കഫ പോസെ കമ്മിറ്റിയെയും കൂടി പരിഗണിച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ. അതിലേക്ക് നമുക്ക് പോവാം. BJP കൗൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് LDF ഇപ്പോൾ തന്നെ സമരത്തിലാണ്. സുഗതൻ കാരണമാണ് മേയർ കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടാതിരിക്കുന്നതെന്ന് കോൺഗ്രസും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏപ്രിൽ 27-ന് ഒരു കൗൺസിൽ കൂടി, അത് കഴിഞ്ഞ് മെയ് 12-ാം തീയതി ഒരു കൗൺസിൽ കൂടി. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ജൂൺ 24-ാം തീയതിയാണ്. കൃത്യമായിട്ട് ഓരോ മാസവും കൗൺസിൽ വിളിക്കണമെന്നുള്ള നിർബന്ധവും അതോടൊപ്പം തന്നെ ചട്ടങ്ങളുണ്ടെങ്കിലും ഏകദേശം 40 ദിവസമായിട്ടും കൗൺസിൽ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ്. മേയറോട് ചോദിക്കുമ്പോൾ 29-ന് കൗൺസിൽ ഉണ്ടെന്ന് ഇന്നലെയും പറഞ്ഞു, ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരോടും 29-ാം തീയതി കൗൺസിൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത്തരത്തിലുള്ള രേഖകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഹൈക്കോടതി വിധിയും അതിലാണ് കളി. അതായത് കൗൺസിൽ ഇപ്പോൾ 40 ദിവസമായി വിളിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഈ കൗൺസിൽ വിളിച്ചു കഴിഞ്ഞാൽ സുഗതന് ജയിലിൽ കിടക്കുന്നവർക്ക് ഇതിൽ ഹാജരാകാൻ പറ്റില്ല, കൗൺസിൽ ഹാജരാകാൻ പറ്റില്ല. അങ്ങനെ തുടർച്ചയായി ഇതിൻ്റെ മുന്നേ അയാൾ ഹാജരായിട്ടില്ല, 2ആയി 3 തുടർച്ചയായി ഹാജരാകാതിരുന്നാൽ അയാളുടെ രജിസ്ട്രേഷൻ പോകും. അതായത് അയാൾ കൗൺസിലറാന്നുള്ള ആ സ്ഥാനം പോകും. അപ്പം റീഇലക്ഷൻ വന്ന് ഇനി അയാൾ തോക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളത് തന്നെ 51-48. ഒരാളങ്ങ് പോയാൽ 50-48. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അതാണ് പറയാൻ പോകുന്നത്. സൃഷ്ടിച്ച പുതിയ സാഹചര്യത്തിൽ സമരം ശക്തമാക്കാൻ LDF തീരുമാനിച്ചു. മേയറുടെ ഓഫീസിന് മുന്നിലെ സമരത്തോടെ കോർപ്പറേഷൻ കെട്ടിടം സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും വലിയ രസം ഇവരെ ഈ മുദ്രാവാക്യം വിളിക്കുന്നതിൽ തന്നെ എന്താ പറയുന്നത് അറിയോ? അന്തവും കുന്തവും അറിയാണ്ട് ഒന്നും അറിയാണ്ട് നടക്കുന്ന മേയർ സാർ. അതായത് നിങ്ങൾ ആദ്യമായിട്ട് ആകുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, അതുകൊണ്ടായി തെറ്റുകൾ പറ്റുന്നതെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഈ അടിപിടി കാണേണ്ടത് ഇന്നത്തെ ഉന്തും തള്ളുന്ന വെച്ചാൽ ശരിക്ക് നമ്മൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ ഉണ്ടാകുന്ന അടിപിടി പോലെയാണ്. ഇത്രയും പ്രായമെത്തിയിട്ടുള്ള പക്വതയുണ്ടെന്ന് പറയുന്ന ഇരു കൂട്ടരും, രണ്ടാളി നമ്മൾ ഒരുപോലെ, നമ്മളൊരു പാർട്ടിൻ്റെ ആളല്ല, ഇരു കൂട്ടരും ഉന്തും തള്ളും ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ അതും കൂടി കണ്ടാലാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും എത്രമാത്രം മലീമസമാക്കപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇതെന്തായി? പ്രതിഷേധം തുടരുന്നതിനിടെ മേയർ ഓഫീസിൽ പ്രവേശിച്ചു. കൂടെ BJP കൗൺസിലർമാർ. കുറേയെല്ലാം അഭിനയമായിരിക്കും, എന്നാലും നമ്മൾ ഈ ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് കൂടി അവരായിട്ട് ധർണ നടത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറും, ആ ഓഫീസിൻ്റെ ഉള്ളിൽ കയറണമെന്ന് ഇങ്ങനെ നിയമമൊന്നും ഇല്ലല്ലോ. ശരിയാണ്, മേയറുടെ ഓഫീസാണ് എന്ന് വിചാരിച്ച ധർണ നടക്കുമ്പോൾ ധർണ കഴിയട്ടെ, അങ്ങനെയല്ലേ? ഒരു കൊരാമ നടക്കുമ്പോൾ ഒരു ഓഫീസിൽ നമ്മൾ പ്രിൻസിപ്പലിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് കൊരാമ നടത്തും. അപ്പോൾ പ്രിൻസിപ്പൽ പുറത്തേക്ക് ഇറങ്ങി ഓടുമോ? ഇല്ല. അത് ധർണ കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് പോകും, അവർ പോയി കഴിഞ്ഞാൽ എല്ലാവരും. അത് അങ്ങനെയാണ് അതിൻ്റെ രീതി, നോംസ് അങ്ങനെയാണ്. ഇത് ഇവർക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തം ഇല്ലാന്ന് തോന്നുന്നു. ഇവർ വിചാരം ആരെങ്കിലും സമരം നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറി ഉള്ളിൽ കയറി നമ്മൾ ജയിച്ചെന്നായിട്ട്. നിങ്ങൾ ജയിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അവിടെ കോർപ്പറേഷൻ ഓഫീസൊക്കെ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ സമരം നടക്കുമ്പോൾ അല്ലെങ്കിൽ ധർണ നടക്കും, അവർ നടത്തിയിട്ട് അങ്ങ് വോട്ട് എന്ന് വെക്കണം. അങ്ങനെയാണ്, അതിനെയാണ് പക്വത, രാഷ്ട്രീയ പക്വത എന്ന് പറയുന്നത്. അല്ലാണ്ട് അതിലേക്ക് അടിച്ച് കയറിയിട്ട് ഉള്ളിലേക്ക് നിങ്ങളങ്ങ് ശക്തി, ഇതെന്താ മറ്റേ യുദ്ധമാണോ? ശക്തിയുള്ള ആൾ ഉള്ളിൽ കയറുന്ന ആൾക്കാർ ജയിക്കാനുണ്ട് കളിയാണോ? നിങ്ങളൊക്കെ അതിൻ്റേതായ പക്വത കാണിക്കണ്ടേ? ഇപ്പോൾ ഇതിൽ ലേഡീസ് അടക്കമുള്ള കൗൺസിലർമാരുണ്ട്, അവരൊക്കെ ശരിക്ക് ഉന്തും തള്ളിലും ക്ഷീണമായിട്ട്
തലകറങ്ങി വീഴുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. തല കൈപൊട്ടിയത് സത്യം. സംഘർഷത്തിൽ 5 LDF കൗൺസിലർമാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. മറുപക്ഷമാണ് ആക്രമണം നടത്തിയതെന്ന് ഇരുകൂട്ടരും ആരോപണം ഉന്നയിച്ചു. ഞങ്ങൾ മര്യാദയ്ക്ക് സമരം, സത്യാഗ്രഹ സമരമാണ്, പിക്കറ്റിംഗ് സമരമല്ല. സത്യാഗ്രഹ സമരത്തിൽ ഇപ്പോൾ നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. ഇതുവഴി എന്തുമാത്രം ആളുകളാണ് കടന്നുപോയത്. ഏതെല്ലാം കൗൺസിലർമാർ ഇതുവഴി പോയി. ആരെങ്കിലും ഞങ്ങൾ ചേർത്തോ? അവർക്ക് പോകാൻ വഴിയൊരുക്കി കൊടുക്കുകയല്ലേ ചെയ്തത്. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ ആരെയും തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകര് കൗൺസിലർമാരുടെ എണ്ണം കുറവായതുകൊണ്ട് അവരെ ചവിട്ടി വലിച്ച് കൊന്നുകളയാമെന്നാണ് ഭാവമെങ്കിൽ ഈ അകത്തിരിക്കുന്ന മേയർ, ആ മേയർ വിചാരിക്കുന്ന തരത്തിലല്ല ഞങ്ങള്. ആ മേയർ ഇതൊന്നും കണ്ടിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് വന്നവരെല്ലാവരും അവരെല്ലാം RSS കളിച്ചുകൊണ്ട് നടന്നവരാണ്. അവര് വന്ന് ഇത്തരത്തിലുള്ള ക്രമക്കേട് കാണിച്ച് ഞങ്ങളെ ചവിട്ടി വലിക്കാമെന്ന് സ്വാഭാവികമായിട്ടും രണ്ട് പക്ഷം അപ്പുറം ഇപ്പുറം പറയുന്നുണ്ട്. മേയർ നേരത്തെ പറഞ്ഞല്ലോ, അവരുള്ളിലേക്ക് കയറുമ്പോൾ അവരെ ഇവർ ഉന്താൻ ശ്രമിച്ചു. ഇവർ പറയുന്നത് ഉള്ളിൽ കയറുന്ന മേയറാണ് ഇവരെ കൈകൊണ്ട് കുത്തിയതെന്ന്. ഇപ്പം പറയുന്നു അവർക്ക് ഇതിനെപ്പറ്റി ധാരണയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ കേസുകൾ തന്നെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ആരോപണങ്ങൾ പറയുകയാണ്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യം നോട്ട് ചെയ്യേണ്ടത്, കോൺഗ്രസും കൂടി ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടോ എന്നുള്ളത് ധാരണ നമുക്ക് വരുന്നത്, കൗൺസിൽ യോഗം വിളിക്കൂ, നിലവിളി ശബ്ദമിടൂ എന്ന് ഇവർ പറയുന്നതാണ്. ഇവർക്ക് അത് കൗൺസിൽ യോഗം നടത്തിയിട്ട് ഉള്ളിക്കിടക്കുന്ന ആൾ ഇതിൽ പങ്കെടുക്കാതെ ആകണം. അങ്ങനെ അയാളെ പിന്നെ സ്ഥാനം പോകണം. ആ സ്ഥാനം പോയി കഴിഞ്ഞാൽ പിന്നെന്താവും, ഇവരെ ഈ മൊത്തം കോർപ്പറേഷനുള്ള ഭരണം തന്നെ തട്ടി കയ്യിലാക്കാമെന്നുള്ളൊരു ധാരണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഇവിടെ വന്ന് BV രാജേഷ് മേയർ വരുമ്പോൾ അയാളോടൊപ്പം കയറിയിട്ടാണ് ഈ പ്രശ്നം അത്രയും ഉണ്ടാക്കുന്നത്. അവിടെ പോലീസ് നിൽക്കല്ലേ, പോലീസിനോട് പറഞ്ഞാൽ പോരെ ഇവരെ മാറ്റണം എന്ന് പറഞ്ഞാൽ പോരെ. അറസ്റ്റിനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സംഭവം അവർ തയ്യാറാവുമല്ലോ. പക്ഷെ എങ്ങനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ മുൻ മേയറെ അടക്കം അവർ ചവിട്ടി തള്ളി തറയിട്ട് ഉപദ്രവിക്കുകയല്ലേ ചെയ്തത്. 3 വനിതാ കൗൺസിലർമാരാണ് ഇപ്പോൾ ആശുപത്രിയിലായത്. 3 പേരാണ്. എന്ത് ന്യായമാണ് ഈ പറയുന്നത്? അങ്ങനെ പുറകിലൂടെ കയറ്റിലൂടെ കടക്കാൻ വേണ്ടി വേറെ ആൾ നോക്കിയാൽ മതി. മുമ്പത്തെ കയറ്റിലൂടെ കടക്കാനല്ലേ മേയറാക്കിയിരിക്കുന്നത്. പുറകത്തെ കയറ്റിലൂടെ കടക്കുന്നവരെ അത് കണ്ടിട്ടുണ്ട്. മുമ്പത്തെ കയറ്റിലൂടെ കടക്കുന്നവരെ അത് കണ്ടിട്ടില്ല. ഞങ്ങൾ മുമ്പത്തെ കയറ്റിലൂടെ കടക്കുന്നവരെ കടന്നില്ലേ? മുമ്പത്തെ കയറ്റിലൂടെ കടന്നില്ലേ? അവർ പുറത്ത് തന്നെ ഇരിക്കുകയല്ലേ? അതാ കടന്നിരിക്കുന്നു എല്ലാവരും. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ചത്, അതൊക്കെ AK സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. അപ്പോൾ പരിക്കേറ്റ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ കാലിന് നല്ല പെയിനുണ്ട്, ഇടത് കാലിന്. ചെരുപ്പ് അവിടെ പോയി. എന്തിനാണ് ഇത് സംഭവിച്ചത് എന്താന്ന് ഈ ഒരു മെൻറ്റാലിറ്റി ഉള്ള മേയറാണെങ്കിൽ അവിടെ എന്തൊക്കെ നടക്കുമെന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരാൾക്കാർ സമരം ചെയ്യുമ്പോൾ അതിനുള്ള പോലീസ്, അങ്ങനെ അത്രയും പവർഫുൾ ആയിട്ടുള്ള മേയർ അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്ന ആൾ എന്താ വേണ്ടത്? പോലീസ്, DYSP സാർ അല്ലെങ്കിൽ SP സാർ, ആ കാണുന്ന നോൺസെൻസുകൾ എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴി തടയുന്നു, അവന്മാരെടുത്ത് പുറത്ത് കളയും. കഴിഞ്ഞു. നിങ്ങൾ മാന്യമായിട്ട് ഉള്ളിൽ പോകണം. നിങ്ങൾ ബലാബലം പരീക്ഷിക്കാൻ രാഷ്ട്രീയത്തിൽ നോക്കി. ഇതുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത്, മറ്റേ ആളെ അറസ്റ്റ് ചെയ്യാൻ വന്നത്, മറ്റേ ആളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ചെയ്തത് കേസും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കും. ഓക്കെ, പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്ന എന്താണ്? അറസ്റ്റുണ്ടോ? നിങ്ങളുടെ അടുത്ത് മുൻകൂർ ജാമ്യം ഉണ്ടോ അല്ലെങ്കിൽ ബെയിലുണ്ടോ? ഇല്ല. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോലീസിനെ ഇതാക്കിയിട്ട് റെഡിയാക്കി കൊടുക്കണം. മേയർ രാജേഷിൻ്റെ ഈ ഒരു പ്രസ്താവന കേൾക്കുമ്പോഴാണ് എനിക്ക് മറ്റേ കേസ് ഓർമ്മ വരുന്നത്. നമ്മളിപ്പോൾ അന്ന് മിസ്റ്റർ സുഗതനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ പോലീസുകാരുടെ അടുത്ത് ഉന്തും തള്ളും ഉണ്ടായില്ലേ? അതേ കേസ് തന്നെയല്ലേ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതേ ലോജിക്കും അതേ ബുദ്ധി തന്നെയല്ലേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നു, നിങ്ങളുടെ അടുത്ത് ജാമ്യമില്ല, കേസുകളുണ്ട്, പോവുക, സ്റ്റേഷനിൽ പോവുക, ബന്ധപ്പെട്ടവരെ വിളിക്കുക, ഇറങ്ങി വരാൻ പറ്റുക ഇറങ്ങി വരിക. ഇനി എല്ലാ ലോക്കാകുന്ന കേസാണ്, ഉള്ളിൽ പോയി വക്കീലും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങളെ വിടും. പോലീസിനോട് ബലം പിടുത്തം നടത്തിയിട്ട് ഉന്തും തള്ളും ആക്കിയിട്ട് വെടിവെക്കലും പിടുത്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മോശമായിരിക്കണം. സെയിം കേസല്ലേ ഇപ്പോൾ ഇവിടെ. നിങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിൽ ഏതെങ്കിലും CPMകാരോ കോൺഗ്രസ്സുകാരോ സമരം ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഉള്ളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യമായി പറയട്ടെ, രാഷ്ട്രീയക്കാർക്ക് ഉള്ളവർക്കറിയാം ഈ സംഭവം എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് നേരം അങ്ങ് പോകും. സമരം തീരെ അവിടെ കിടന്നുറങ്ങാൻ നിരാഹാര സമരമൊന്നുമല്ലല്ലോ. അവരവിടെ വന്ന് ധരണ നടത്തും, അവരങ്ങ് പോകും. സമയമാകുമ്പോൾ ഉച്ചയാകുമ്പോൾ ചോറ് കഴിക്കാൻ സമയമായാൽ അവർ പിരിഞ്ഞു പോകും. ഇത് അതിൻ്റെ ഇടക്ക് തന്നെ ഉള്ളിക്കയറിയിട്ട് പിന്നെ എന്താ പറയുക, ശക്തി തെളിയിക്കണമെന്ന് പറഞ്ഞാൽ ഇത് യുദ്ധമൊന്നല്ലല്ലോ. ഇനി അത്രയും നിർബന്ധമാണോ നിങ്ങൾക്ക് ശക്തി പ്രയോഗിക്കണം? ബുദ്ധി പ്രയോഗിക്കുക. പോലീസുകാരോട് പറയാം, അവന്മാരെടുത്ത് പുറത്തേക്ക് തൂക്കിയേറി ഞാൻ കയറട്ടെ എന്ന് പറയും. അതല്ല അതിൻ്റെ രീതി. ഈ ബലാബലം പരീക്ഷിച്ച് വാർത്തയായി കഴിഞ്ഞാൽ
ഇതിൽ നിന്ന് മറ്റെന്തോ ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നത്, നടപ്പിലാക്കാൻ പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. രാജേഷ് സാർ പറയുന്നത് ഒന്നുകൂടി കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ, മേയറെ കാണാൻ വരുന്നവർ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തി വിടുക, മേയർ വന്നപ്പോൾ തന്നെ മുമ്പ് നിന്ന് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കുക, അവരെ മുദ്രാവാക്യത്തിന് കീഴടങ്ങി ഞാൻ തിരിച്ചു പോകണം. മേയർ കോർപ്പറേഷൻ കെട്ടിടം വിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലും കൂവിക്കൊണ്ട് CPM-കാർ പ്രതിഷേധമുയർത്തി. If you think your accent അതായത് മേയറെ ഇവർ ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമിക്കുന്നത് തന്നെയാണ്, അതിലൊരു സംശയമില്ല. അയാൾ പോകുന്ന ബാക്കിൽ പോയിട്ട് കൂക്കി വിളിക്കലും ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നത്. ഇതിൻ്റെ എന്താ ആ സ്റ്റേജിലേക്ക് എത്താനുള്ള കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കേസാണ്. ഇവരിതിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി പോയതാണ്. കൂന്നതെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് രീതിയിൽ നിന്നല്ല, ഒരു അവഹേളന രീതിയിലാണ്. അത് എന്തുകൊണ്ടും പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗം സംയമനം പാലിച്ചാൽ മാത്രമേ അവിടെ ശാന്തത ഉണ്ടാകൂ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നോക്കി, വലിയ മുദ്രാവാക്യം വിളികളുടെ ഇടയിലൂടെയാണ്. LDF ഒരു ഭാഗത്ത് മുദ്രാവാക്യം വിളിച്ചപ്പോൾ മേയർക്ക് അഭിവാദ്യം ചൊല്ലിക്കൊണ്ട് BJP പ്രവർത്തകരും കടന്നു വന്നു. ഇവർ തമ്മിലാണ് വലിയ തരത്തിലേക്ക് സംഘർഷമുണ്ടായത്. സംഘർഷം പിന്നീട് ഒരു കൂട്ടയടിയിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നു. ഇതിനിടയിൽ പ്രവർത്തകരുടെ മേൽ പോലീസുകാരുടെ മേൽ പ്രവർത്തകരും ഒക്കെ താഴെ വീഴുന്നൊരു സ്ഥിതി ഉണ്ടായി. എങ്ങനെയാണ് പരിക്കേറ്റത്? 5 കൗൺസിലർമാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് LDF പറയുന്നത്. അതോടൊപ്പം തന്നെ മേയറും ഡെപ്യൂട്ടി മേയർക്കും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ടെന്ന് BJPയും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പോലീസുകാരി അനിലിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ എല്ലാവരും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചതോടെ രംഗം അവിടേക്ക് മാറി. സംസ്ഥാനതല നേതാക്കൾ പരിക്കേറ്റവരെ കാണാനെത്തി. വാക്പോര് അവിടെയും തുടർന്നു. ഇത് ഒരു വിഡ്ഢിത്തരമാണ് അവർ ചെയ്യുന്നത്. ഇത് 100% പൊട്ടത്തരമാണ് അവർ കാണിക്കുന്നത്. അവരൊരു ഡെസ്പറേഷൻ, അവരൊരു വിഷമം. ഇതുവരെ അവർക്ക് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ അല്ലെങ്കിൽ MLA-മാരുണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ലാത്ത സ്ഥിതിയിലാണ് അവർ BJP CPM. കറക്റ്റ്. അദ്ദേഹം BJPയുടെ പ്രസിഡന്റ് നമ്മുടെ രാജശേഖർ സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്താണ് അവരുടെ ഡെസ്പറേഷൻ? അവർക്ക് ആദ്യം കോർപ്പറേഷൻ അവരായിരുന്നു ഭരിച്ചത്. ഇപ്പോൾ അവർക്ക് കോർപ്പറേഷനും ഇല്ല, മേയറും ഇല്ല, MLA ഇല്ല, ഒരു ഒലക്കയും ഇല്ല. അപ്പോൾ അവർക്ക് ഡെസ്പറേഷൻ ഉണ്ട്, അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്, അവർ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അടി ഉണ്ടാക്കുന്നത് എന്തിനാണാവും? അവരിപ്പോൾ എല്ലാവർക്കും അറിയാം, കേരളത്തിൽ എല്ലാവർക്കും അറിയാം അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്, അവർ തോറ്റിട്ടുണ്ട്, കേരളം ഒട്ടാകെ തോറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ വിഷയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് ജയിച്ച ആൾക്കാർ എന്തിനാണ് അങ്ങോട്ട് പോയിട്ട് ഗുസ്തി പിടിക്കാൻ നിൽക്കുന്നത്? അവിടെയല്ലേ വിഷയം വരുന്നത്. പൊളിറ്റിക്സ് ഉപയോഗിക്കേണ്ട അവിടെ. അവർക്കൊരു പ്രശ്നം, ഇത് അവർ പ്രശ്നമായിട്ട് കാണുന്നത്. പക്ഷെ അത് ഞങ്ങളെ കുറ്റമല്ലല്ലോ. അതിൽ നിന്ന് ഞങ്ങളെ മേയറെ പോയി അടിക്കാൻ പോകുന്നു. ഒരു കൂട്ടത്തോടു കൂടി മേയറുടെ നേതൃത്വത്തിൽ ഒരു വറ്റം ആളുകൾ കടന്നു വന്ന് അവിടെ സമാധാനപരമായിട്ട് സത്യഗ്രഹം നടത്തിയിരുന്ന ആളുകളുടെ മേൽക്ക് ചാടി വീഴുകയായിരുന്നു. അവരെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. അവരുടെ പുറത്തേക്ക് വീണ്ടും വീഴുക. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം മേയർ BB രാജേഷ് പ്ലാസ്റ്ററിട്ട് വീണ്ടും കോർപ്പറേഷൻ ഓഫീസിലെത്തി. അല്ല, എൻ്റെ കാല് ഡിസ്ലൊക്കേഷനാണ്. ഒരു പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്, കുറച്ച് പെയിനുണ്ട്. പെയിനിപ്പോൾ ഒന്ന് കുറച്ച് ടാബ്ലറ്റ് ഒക്കെ ആയതുകൊണ്ട് കുറവുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ വൊമിറ്റ് ചെയ്തവരുണ്ട്. പിന്നെ നെഞ്ചിലൊക്കെ ചതവുണ്ട്. ഡെപ്യൂട്ടി മേയറുടെയൊക്കെ പല ലേഡീസും സുമി ബാലു RCBനൊക്കെ വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ജു ശ്രുതിയവർക്ക് പരിക്കുണ്ട്. അവരൊക്കെ ട്രീറ്റ്മെൻറ്റ് തുടരുകയാണ്. അതിൻ്റെ പ്ലാസ്റ്റർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പോകും. ശരിയാണ്. ഇത് അപ്പുറം ഇപ്പുറമെല്ലാം ഒന്നും തള്ളും ഉണ്ടായിട്ടുണ്ട്, പ്രതിഷേധ പ്രകടനം എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ മേയർ പറഞ്ഞ പോലെ ജനങ്ങളുടെ നന്മക്ക് ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഹോസ്പിറ്റലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മൊത്തം എന്താ പറയുന്നത്, എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടക്കേണ്ട സർക്കാർ സംവിധാനം മൊത്തം കൊളായില്ലേ? അതേ സ്ഥാനത്ത് അവരാണെന്ന് സമരം ചെയ്ത് അങ്ങോട്ടേക്ക് പോയി നിങ്ങളിപ്പുറത്തുനിന്ന് നിങ്ങളുടെ വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കുമല്ലോ. ഇതൊരു ഭാഗത്ത് ന്യായീകരിക്കുന്നതല്ല, പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ രീതി. ഒപ്പോസിഷൻ എന്നും സമരം ചെയ്യും, നാളെയും സമരം ചെയ്യും, മറ്റന്നാളെയും സമരം ചെയ്യും. അപ്പോൾ നിങ്ങൾ നാളെയും മറ്റന്നാളെയും ഇവരോട് പോയിട്ട് അടിയോ ഗുസ്തി വിടാൻ നിൽക്കുമോ? ഗുസ്തിയുടെ ഗോതയല്ലല്ലോ ഇത്. അതാണ് ഇവിടെ വിഷയം. മുതിർന്ന നേതാക്കളായിട്ടുള്ള പ്രതിജ്ഞ നടന്നില്ല. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യം നോക്കാം. മെയ് മാസത്തിലെ കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. 29-ന് നടക്കുന്ന ഈ മാസത്തെ കൗൺസിലിലും പങ്കെടുക്കാൻ കഴിയില്ല. അടുത്ത മാസത്തെ കൗൺസിലിലും പങ്കെടുത്തില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാണ്. അതായത്
ഒരു മാസത്തിനുള്ളിൽ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാവുകയും BJPയുടെ കേവല ഭൂരിപക്ഷം നഷ്ടമാവുകയും ചെയ്യും. സുഗതനെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം BJPയുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനായി കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി BJP എത്തിയിട്ടുണ്ട്. സുഗതന്റെ അയോഗ്യത ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അതെല്ലാം ശ്രമിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ BJP ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുക, അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സമയം നീട്ടിവാങ്ങുക തുടങ്ങിയതാണ് ഇനിയിപ്പോൾ BJPയുടെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ. അത്തരത്തിൽ കോടതി നടപടികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, ജനങ്ങളെയൊക്കെ ഏറ്റവും വലിയ വിഷയം, ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയതും ചെയ്യുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. ഈ മിസ്റ്റർ സുഗതൻ ഉള്ളിലാണുള്ളത്. അദ്ദേഹത്തിനോട് ഇപ്പോൾ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യണം. അദ്ദേഹം ഇപ്പോൾ നിലവിൽ അയോഗ്യനാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വീണ്ടും കൗൺസിലർ ആകണം. ഒന്നാമത്തെ ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി സുഗതൻ പങ്കെടുത്തിട്ടില്ലെങ്കിൽ സുഗതൻ്റെ സ്ഥാനം അവിടെയും പോയി. ഒരു കൗൺസിൽ യോഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും കൗൺസിൽ യോഗം ഇമ്മാസം അടുത്ത മാസം വിളിക്കണം. അത് വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മേയറും ടീമും ഇന്ന് നടത്തുന്ന പ്രഹസന നാടകം. അവിടെ അടിയും പിടിയും ഒക്കെ ആക്കിയിട്ട് കുലുമാലാക്കിയിട്ട് എല്ലാം കൂടി വിഷയമായതുകൊണ്ട് ഇത് നടത്തുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇവർ പറഞ്ഞ പോലെ ജനങ്ങൾ എത്ര ആൾ ഇത് കണ്ടും ചിരിച്ചും നിൽക്കുന്നുള്ളത് നോക്കി തന്നെ കാണണം. മരെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ടത് കൂടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ശക്തമായി ഈ സമരം പ്രതിരോധിക്കാൻ കൂടി ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. 101-ൽ 50 അംഗങ്ങളുള്ള BJP ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് ഭരണം നിലനിർത്തിയിരിക്കുന്നത്. സുഗതൻ അയോഗ്യനായാൽ അംഗസംഖ്യ 50 കുറയുന്നതാണ് പ്രതിസന്ധി. മാത്രമല്ല, ഒരു മാസത്തിനുള്ളിൽ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ എന്ന ഹൈക്കോടതി നിർദ്ദേശവും നടപ്പാവില്ല. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതിനെ കൃത്യമായി നേരിടുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ BJP ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ദിവസങ്ങളിലും വലിയ ഒരു തരത്തിലേക്ക് ഒരു സമരം തന്നെ കോർപ്പറേഷൻ കാണും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം തന്നെ ഇന്നിപ്പോൾ ഈ സുഗതന്റെ കാപ്പ ചുമത്തിയ നടപടി ഈ സർക്കാർ തന്നെ അത് ശരിവയ്ക്കുന്നതോടുകൂടി തന്നെ സുഗതൻ കൂടുതൽ കുരുക്കിലാവുകയാണ്. അത് BJP കൂടി വലിയ തരത്തിലേക്ക് പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. ഒരുപക്ഷെ ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമങ്ങളിൽ സുഗതന് അനുകൂലമായിട്ടുള്ളതല്ല അടുത്ത നടപടി വരുന്നത് എങ്കിൽ അത് സുഗതന് കൂടുതൽ കുരുക്കാകും. ജാമ്യം പോലും ലഭിക്കാത്ത അവസ്ഥയിലൊക്കെ സുഗതൻ മാറും. എങ്കിൽ പിന്നെ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ വിധികളൊക്കെ പഠിച്ച ശേഷം സുഗതനെ ഏതെങ്കിലും തരത്തിൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുക, അല്ലെങ്കിൽ ജയിൽ കാലാവധി കഴിയുന്നത് വരെ സത്യപ്രതിജ്ഞ നീട്ടിക്കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് BJPയുടെ മുമ്പിൽ ഇനിയുള്ള പോംവഴി. മേയർ തടയിലും സംഘർഷവുമാകുന്നതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ഇരു വിഭാഗങ്ങളും അരയും തലയും മുറുക്കി ഇറങ്ങുന്നതോടെ കാര്യങ്ങൾ എവിടെ പോയി നിൽക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് തലസ്ഥാന നിവാസികൾ. അതാണ് വിഷയം. അതായത് ഇതിൽ ഏറ്റവും വലിയ വിഷയം സുഗതന് ഉള്ളിൽ കിടക്കുന്നതോ സുഗതന് ജാമ്യം കിട്ടുന്നതോ ഒന്നുമല്ല. സുഗതന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഈ ഭരണവും കോർപ്പറേഷൻ്റെ മൊത്തത്തിലുള്ള BJPയുടെ ചുക്കാൻ പിടിക്കൽ, അല്ലെങ്കിൽ അവരുടെ ഈ ഭരണത്തിലുള്ള കോർപ്പറേഷനിലുള്ള ഭരണം തന്നെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. ഇതിനു വേണ്ടി അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് വെറും ഒരാൾക്കാർ മാത്രമല്ല. കാരണം ഇന്ന് ഗവൺമെൻറ് ഈ കാപ്പ ചുമത്തിയ കഫേ പോസെ നിയമപ്രകാരം കാപ്പ ചുമത്തിയ ഈ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശരിവെച്ചുകൊണ്ടുള്ള ഓർഡറാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനി കാപ്പ കമ്മിറ്റിയുടെയും കൂടി അനുവാദം ഉണ്ടെങ്കിലേ ജാമ്യം കിട്ടും. അപ്പോൾ ഇനി ഇവിടെ നിന്നൊന്നും കളിച്ചിട്ട് കാര്യമില്ല. ഇനി കേന്ദ്രത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു ഓർഡർ വന്നിട്ട് നമ്മുടെ സുഗതനെ പുറത്തിറക്കിയാൽ മാത്രമേ രാഷ്ട്രീയമായിട്ടും കോർപ്പറേഷനിലും പിടിച്ചു നിൽക്കണമെങ്കിൽ BJPക്ക് അതേ വഴിയുള്ളൂ. അല്ലാതെ ധരണ നടത്തുന്ന ഇടക്ക് അടിച്ചു കയറി ഉള്ളിൽ പോയിട്ടൊന്നും കൗൺസിൽ മീറ്റിംഗ് വിളിക്കാതിരുന്നാലൊന്നും ഈ പരിപാടി സോൾവ് ആവില്ല. ഇനി നേരിട്ടിട്ട് കേന്ദ്രത്തിലുള്ള വൻ പുലികൾ തന്നെ രംഗത്തിറങ്ങി വന്ന് മിസ്റ്റർ സുഗതനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കി അദ്ദേഹത്തെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച് വീണ്ടും കൗൺസിലറായി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വീണ്ടും കൗൺസിലറാക്കി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ കൗൺസിൽ യോഗങ്ങൾ പുനർവിളിച്ചുകൊണ്ട് കൗൺസിൽ യോഗങ്ങളിൽ സുഗതനെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യോഗ്യത നിലനിർത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ. അല്ലാതെ കാട്ടടച്ച് വെടിവെക്കുന്ന പോലെ ധർണ നടത്തുന്നതിൻ്റെ ഇടക്കൂട്ട് കൂടി അവരുടെ മേലോട്ട് കൂടി ഓടിച്ചാടി പിടിച്ചിട്ട് ഓഫീസിലേക്ക് കയറിയാൽ ഇതിൽ ജയിക്കാൻ പോകുന്നില്ല. അത് മേയർക്കും അറിയാം, പാർട്ടിക്കും അറിയാം. പക്ഷേ ഇനി എന്ത് കളികളാണ് കാണാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണും വരെ വണക്കം. നെക്സ്റ്റ് വീഡിയോ കാണാം.